ന്യൂസ് മോർണിംഗിൽ ഇനി അതിഥിയുടെ സമയമാണ്. ഇന്ന് അതിഥിയായി എത്തുന്നത് ഒരു സംരംഭകത്വം, വ്യക്തിത്വ വികസനം, ധ്യാനം, മാനസികാരോഗ്യം, ബിസിനസ് കോച്ചിങ് എന്നിവയെ ഒരുമിപ്പിച്ച് നിരവധി പേർക്ക് പരിശീലനം നൽകുന്ന ഡോക്ടർ നീതു കൃഷ്ണയാണ്. നീതു ഫാഷൻ മേഖലയിലെ സംരംഭകയായി നവമി മൈ പാഷൻ യുവർ ഫാഷൻ എന്ന ബ്രാൻഡിന്റെ സ്ഥാപകയും സമൃദ്ധി സ്കൂൾ ഓഫ് പ്രോസ്പെരിറ്റി എന്ന പരിശീലന സംരംഭത്തിന്റെ സ്ഥാപകയുമാണ്. ആർട്ട്, ഫാഷൻ മേഖലകളിൽ 7-ലധികം ലോക റെക്കോർഡുകൾ, കേരള സർക്കാർ മികച്ച സംരംഭക പുരസ്കാരം, മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിലെ ശ്രദ്ധേയമായ സാന്നിധ്യം തുടങ്ങി നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ധ്യാനം, മാനസികാരോഗ്യം, മൈൻഡ് പവർ, ബിസിനസ് വളർച്ച, ആത്മവിശ്വാസം, വ്യക്തിത്വ വികസനം, ലോ ഓഫ് അട്രാക്ഷൻ എന്നീ വിഷയങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിശീലനം നൽകിയിട്ടുള്ള ഡോക്ടർ നീതു കൃഷ്ണ ഇന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത് വിജയത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും മനസ്സിൻ്റെ ശക്തിയും ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കാനുള്ള വഴികളുമാണ്. ഡോക്ടർ നീതു കൃഷ്ണയ്ക്ക് സ്വാഗതം ന്യൂസ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു സാധാരണ ലൈഫിൽ നിന്നാണ് ലൈഫ് കോച്ചായി അതോടൊപ്പം സംരംഭകയായി ഒക്കെ മാറിയ ഒരു വളർച്ച. ആ യാത്രയെ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഓർത്തെടുക്കുന്നത്? വളരെ സന്തോഷവും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ന് ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ജയ്ഹിന്ദ് ചാനൽ തന്നെയാണ്. കാരണം ഒരു 10-11 വർഷം മുമ്പ് എൻ്റെ കയ്യിൽ ആകെ ഒരു കഴിവ് മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിന്നും പുറത്തു പോയി ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല, എൻ്റെ ശരീരം അനുവദിച്ചിരുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ കയ്യിലൊരു കഴിവുണ്ട്, അതെന്താ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് എനിക്കൊരു പാഷനുണ്ട്, ചിത്രകലയാണ്, അതിലൂടെ ഈ ഒരു മേഖലയിലേക്ക്, സംരംഭക മേഖലയിലേക്ക് ചുവടുവെച്ചൊരു വ്യക്തിയാണ്. അവിടെ നിന്നും ആദ്യത്തെ ഒരു തുടക്കമായിട്ട് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ തന്നെ ജയ്ഹിന്ദ് ചാനലിൽ തന്നെയാണ്. ഇവിടെ വന്നിരുന്നാണ് ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ. അതിലൊരു ബ്രേക്ക് തന്നെയായിരുന്നു ലൈഫിൽ. അതിനുശേഷം ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, എൻ്റെ പാഷനെ മുറുകെ പിടിച്ച് ഞാൻ അതിൽ നിന്നൊരു സംരംഭം പടുത്തുയർത്തി നവമി എന്നൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തു. ധാരാളം ആളുകളിലേക്ക് ചിത്രകലയിലൂടെ, അതായത് ഫാബ്രിക് പെയിൻറ്റിങ്ങിലൂടെ, അതിനുശേഷം ഹാൻഡ് വർക്കും, അങ്ങനെ മെല്ലെ ഒരു 10 വർഷത്തിൽ എൻ്റെ ഒരു സംരംഭത്തെ എനിക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. അവിടെ നിന്നാണ് ജീവിതത്തിൽ ഒരുപാട് സംരംഭകരെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അതിൽ ഈ ഒരുപാട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹത്തിൽ ഒരുപാട് പേര് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ ഒരു 100 പേര് വന്നാൽ അതിലൊരു 20% ആളുകൾ മാത്രമേ ഈ ഒരു മേഖലയിൽ വിജയിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവർ എവിടെയോ വെച്ച് സ്റ്റക്കാകുന്നു. ഇതേ അവസ്ഥ എനിക്കും സംഭവിച്ചു. നമുക്കിത് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല, ആരടുത്താണ് ഇത് പോയി ചോദിക്കേണ്ടതെന്നറിയില്ല, എങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരാണ്, അപ്പം നമുക്ക് ഇതിൽ ഡിജിറ്റലി ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. എവിടെ പോയി സാധനം എടുക്കണം, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാതെ വന്ന സമയത്ത് ഞാൻ ഒരുപാട് പരാജയം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ പറ്റിച്ചിട്ടുണ്ട്. വെണ്ടർമാരായാലും സപ്ലയർമാരായാലും ഈവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരായാലും അവിടെ നിന്നൊക്കെ ഒരുപാട് എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, അത് എൻ്റെ ലൈഫിലും എൻ്റെ ബിസിനസ്സിലും അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കതിന് വിജയം കൈവരിക്കാൻ സാധിച്ചു. ഇതേ ലെവലിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരെ കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഞാൻ കണ്ടെത്തി. അവർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ചിന്തയിൽ നിന്നാണ് ആദ്യത്തെ നവമി എന്ന ക്ലോത്തിങ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനാണ്. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് എന്നിലൂടെ എന്ത് മാറ്റം കൊടുക്കാൻ സാധിക്കും, എൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസാണ്. ആ പർപ്പസിനെ ഐഡൻറ്റിഫൈ ചെയ്താണ് സമൃദ്ധി സ്കൂൾ ഓഫ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇതൊരു കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇതിലൂടെ ഇന്ന് അനേകായിരം വ്യക്തികൾക്ക് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ തൻ്റെ ലൈഫ് സ്കിൽസ്, പണം ഉണ്ടാക്കുക എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള നൈപുണ്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരണം, ഇത് ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരു പുതിയ ബ്രാൻഡാണ് കൊണ്ടുവരുന്നത്. അത് വലിയ ധൈര്യത്തോടെ അത് കൊണ്ടുവരുമ്പോൾ, ആത്മവിശ്വാസത്തോടെ അത് കൊണ്ടുവരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് ഉറപ്പാണ്. ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? ഈ പറഞ്ഞ ആത്മവിശ്വാസം മാത്രം പോരാ, ആ വെല്ലുവിളികളെ അതിജീവിക്കാനായി എങ്ങനെയായിരുന്നു അതൊക്കെ നേടിയെടുത്തത്? തുടക്കം വളരെ കഷ്ടപ്പാട് തന്നെയാണ്. എല്ലാവരും പറഞ്ഞ പോലെ നമുക്കിതൊരു മാന്ത്രികതൊന്നും അവിടെ ഇല്ല. പ്രത്യേകിച്ച് ബിസിനസ് എന്നുള്ള രംഗത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ തുടക്കക്കാരെന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയല്ല. എല്ലാവർക്കും ആവേശമാണ്. എനിക്കറിയാവുന്ന എന്നോടൊപ്പം ഞാൻ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കുന്ന സംരംഭകർക്ക് ഭയങ്കര പാഷനാണ്. ഇത് തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശമാണ്. പക്ഷേ ആദ്യത്തെ ഒരു മാസം പല പോസ്റ്റുകൾ ഇട്ട് നോക്കുന്നു, വീഡിയോസ് ചെയ്ത് നോക്കുന്നു, പുതിയ പ്രോഡക്റ്റുകൾ പല സ്ഥലത്ത് പോയി കൊണ്ടുവരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു മാസം നമുക്ക് വിചാരിക്കുന്ന രീതി, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊരു ഓർഡേഴ്സ് കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ളവർ മാത്രമേ ഇന്നത്തെ സമൂഹത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കാണുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വളർന്ന് ഇപ്പോൾ യൂട്യൂബിലായാലും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാം ഒക്കെ റീച്ച് ഉണ്ട്, ആയിരക്കണക്കിന് ഓർഡേഴ്സ് ഡെയിലി എടുക്കുന്ന സംരംഭകരൊക്കെ വിജയിച്ചതിൻ്റെ പിന്നിൽ അവർ അത്രയ്ക്ക് എഫേർട്ടും ഹാർഡ് വർക്ക് അതിന് പിന്നിലിട്ടു. ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആരാണോ അതിനെ തരണം ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ, എനിക്ക് എന്താണോ അറിയാത്തത് അത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ മാത്രമാണ് ലൈഫിൽ വിജയിച്ച് നിൽക്കുന്നത്. ഞങ്ങളെക്കുറിച്ചുള്ള പ്രൊഫൈൽ വിഷ്വൽ ഇടുമ്പോൾ നമുക്ക് അതിൽ കാണാൻ കഴിയും, സ്ക്രീനിൽ കാണാൻ കഴിയും സമൃദ്ധി. അത് സമൃദ്ധി എന്ന് പറയുന്നത് പണം എന്നുള്ളതല്ല. താങ്കളുടെ ഒരു ഭാഷയിൽ, കാഴ്ചപ്പാടിൽ സമൃദ്ധി എന്താണ്? എല്ലാവരും ചിന്തിക്കുന്നത് പൈസ ഉണ്ടാക്കുക, ധാരാളം പണം ഉണ്ടാക്കുക, അക്കൗണ്ടിൽ കോടികൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ സമൃദ്ധമാകൂ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. ഞാൻ കണ്ടിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള വ്യക്തികൾ കൂടുതലും എല്ലാവരും പറയുന്ന വാക്കാണ്, എൻ്റെ ജീവിതം എന്നും ഇങ്ങനെ തന്നെയാണ്, നശിച്ചു പോവാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ സമൃദ്ധിയുടെ ഭാഗമാണ്. ശരിക്കും പൈസ എന്ന് പറയുന്ന കാര്യം മാത്രമല്ല ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട്. നമ്മളൊരാൾ വിജയിക്കുക എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക മാത്രമല്ല, നല്ല ആരോഗ്യം, നല്ല ഭക്ഷണം ലഭിക്കുക, നല്ല കുടുംബ ബന്ധങ്ങൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ആ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം ചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ 9 പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. ആ എല്ലാ ഏരിയാസിലും നമുക്കൊരു വിജയം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സന്തോഷത്തോടെ, ഏറ്റവും സമൃദ്ധി എന്താണെന്ന് ചോദിച്ചാൽ സമാധാനമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ സാധിക്കണം. നമുക്ക് സമൃദ്ധമാകണോ, ആ ഒരൊറ്റ കാര്യം മതി. അതായത് മറ്റ് ചിന്തകളെ നമ്മൾ അലട്ടാതെ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് സമൃദ്ധി എന്ന വാക്കിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഞാൻ സമൃദ്ധിയിലൂടെ ആളുകൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായ ഒരു കാലഘട്ടമാണ്. ഇവിടെ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്. ലളിതമായി പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു ആശയം? സാധാരണക്കാരായ ആളുകൾക്ക് ദൈനംദിന ജീവിതത്തിൽ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റേണ്ടത്? ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. എങ്ങനെയാണ് അതൊന്ന് വിശദീകരിക്കാവോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ചിന്തകളിലൂടെ വരുന്ന വാക്കുകളും പ്രവൃത്തികളും എന്താണോ അതിൻ്റെ ആകെത്തുകയാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതം. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇവിടെ എന്താണോ ഈ ഇരിക്കുന്ന മൊമെൻറ്റിൽ എന്ത് വ്യക്തിയായിട്ടാണോ ഇരിക്കുന്നത്, ഇത്രയും കാലം നമ്മൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ, നമ്മുടെ തോട്ട്സ് എവിടെയൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നു, നമ്മുടെ വാക്കുകളിലൂടെയൊക്കെ എന്ത് പുറത്തു വരുന്നു, ഇതിൻ്റെ ഒരു ആകെത്തുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിന് ഒരു സ്യൂഡോ സയൻസ് ആയിട്ടും അതിനേക്കാൾ ഉപരി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ്, ഇതിൽ ഭൂരിഭാഗം പേരും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ പറ്റിക്കപ്പെടുകയാണ്. കാരണം പല വീഡിയോസിലും പറയുന്നുണ്ട്, കയ്യിൽ ഒരു സിജിൽ സൈൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാവും, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പണക്കാരനാകും, കോടീശ്വരനാകാൻ ഇതിലും വലിയൊരു മാർഗമില്ല. ഇങ്ങനെയുള്ള വീഡിയോസും ഇങ്ങനെയുള്ള റീൽസും ഒക്കെ കാണുമ്പോൾ സാധാരണക്കാരിലെ ജനങ്ങൾ കടത്തിൽ മുങ്ങി നിൽക്കുമായിരിക്കും. അവൻ ചിന്തിക്കുന്നത് ഇത് ചെയ്താൽ ഞാൻ നാളെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ ലോട്ടറി അടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് മനസ്സിൽ നിന്നും സാധാരണ ഇപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്, പൈസ ഇല്ലെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടെങ്കിൽ ആദ്യം ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യും, പണയം വെക്കാമെന്ന് ചിന്തിക്കും, ഓടിപ്പോയി പണയം വെക്കും. അടുത്തൊരു പൈസ വരുന്ന ആവശ്യമായിട്ടുള്ളൊരു ഘട്ടം വരുമ്പോൾ വീണ്ടും നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചിന്തിക്കും, കയ്യിൽ അടുത്ത ബാക്കിയുണ്ട്, ഒന്നുകിൽ പണയം കൂട്ടി വെക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും അടുത്തത് വെക്കും. ഇത് നമ്മുടെ മനസ്സ് റീപ്രോഗ്രാം ചെയ്യുന്നതാണ്. ഒരു പൈസയുടെ ഒരു ആവശ്യം വന്നാൽ ഉടനെ പണയം വെക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സ് അതിനായിട്ട് റീപ്രോഗ്രാം ചെയ്തു. ഈ മൈൻഡ് സെറ്റിലൊന്നും മാറ്റം വരാതെ എന്നും കടത്തിനെ ഇരട്ടിപ്പിക്കുകയാണ്. നമ്മൾ വർദ്ധിപ്പിക്കുന്ന പരം പൈസയ്ക്ക് ഉണ്ടാക്കാനായിട്ടുള്ള വഴി എന്താണെന്ന് നോക്കാതെ ഒറ്റയടിക്ക് ഇങ്ങനൊരു റീല് കണ്ടു, ഈ ഒരു സംഭവം ചെയ്താൽ നമുക്ക് വിജയം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജോലി കിട്ടും. അല്ല, ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന കാര്യം തന്നെ, ആ വാക്കിൽ, അട്രാക്ഷൻ എന്ന് പറയുന്ന വാക്കിൽ തന്നെ പറയുന്ന കാര്യമാണ് ആക്ഷൻ എടുക്കുക എന്നുള്ളത്. പണിയെടുത്താലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, പണിയെടുത്താലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ജോലി നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്ത് കാര്യത്തിലും നമ്മൾ അതിൽ ആക്ഷൻ എടുക്കുക. നമ്മളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, അതിനായിട്ടുള്ള പ്രവർത്തികൾ, ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് ഫോക്കസ്ഡ് അറ്റൻഷൻ. ഇപ്പോൾ ഞാൻ പറയുവാണ്, ഈ ചുറ്റിനും കാണുന്ന നമ്മളുടെ ഈ ഒരു റൂമിൽ റെഡ് കളറിലുള്ള വസ്തുക്കളെ മാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ റെഡ് കളറിൽ മാത്രം നോക്കും. എന്നാൽ നേരെ മറിച്ച് ഞാൻ പെട്ടെന്ന് പറയുകയാണ്, ഇവിടെ കണ്ടിട്ടുള്ള ഗ്രീൻ കളറിലുള്ള വസ്തുക്കളെ നോക്കാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കില്ല, കാരണം ഫോക്കസ് ഇല്ല. അപ്പോൾ ഇവിടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഫോക്കസ്ഡ് അറ്റൻഷൻ. ഏത് കാര്യമാണോ എനിക്ക് വേണ്ടത്, ഇന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് കൊണ്ടുവരണം, എനിക്കത് വിജയിക്കണം, ആ ഒരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്ത് അതിനുവേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ആ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്.
അതായത് പോസിറ്റീവ് ചിന്തകൾ എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യവുമായി അതെങ്ങനെയാണ് സന്തുലിതപ്പെടുന്നത് എന്നുള്ളത് കൂടി ഒരു വിശദീകരിക്കാം. യെസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പല റീൽസിലും മറ്റുമൊക്കെ കാണുന്നതാണ്, നിങ്ങൾ എപ്പോഴും 24 hours പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, അതിലൂടെ മാത്രമേ ജീവിത വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്തിനാണ് ഭയം, ഉത്കണ്ഠ അല്ലെങ്കിൽ ഇമോഷൻസ് നമുക്ക് എന്തിനാണ് തന്നത്? ഇപ്പോൾ ചില വ്യക്തികളുണ്ട് പെട്ടെന്ന് കരയും ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വന്നാൽ കരയുക അല്ലെങ്കിൽ കുറച്ച് സമയം വിഷമിച്ചിരിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യനായി ജനിച്ചാൽ നമുക്ക് ഈ ഇമോഷൻസ് ഒക്കെ ഇത് ചേർത്താണ് നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഇമോഷൻസിനെ മറന്നുകൊണ്ട്, എൻ്റെ വേദനകളെ ദുഃഖങ്ങളെ മറന്നുകൊണ്ട് എനിക്കൊരിക്കലും 24 hours ഹാപ്പി ആയിരിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നു, ഇത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്. ഇത് വന്നാൽ ആ നിമിഷം അവെയർ ആവുക. ഇപ്പോൾ എനിക്ക് ഒരു നെഗറ്റീവ് സാഹചര്യമാണ്, എൻ്റെ മനസ്സിപ്പോൾ വേദനിക്കുന്നുണ്ട്, പക്ഷേ ഉറപ്പായിട്ടും എനിക്കിത് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യുക. ഭയം വന്നാൽ എനിക്കിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഭയമുണ്ട്, പക്ഷേ ഇതിനെ മാറ്റിയെടുക്കാൻ എനിക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് വരുന്നത്. അതല്ലാതെ 24 hours നമുക്കൊരിക്കലും ഹാപ്പിയായിരിക്കുക എന്നുള്ള ചിന്തയിൽ നിന്നും, അങ്ങനെ നമ്മൾ 24 മണിക്കൂർ നമ്മൾ ഹാപ്പി ആയാൽ മറ്റൊരു വ്യക്തി വന്നിട്ട് വിഷമം പറയുവാണെങ്കിൽ നമുക്കതൊരിക്കലും ആ വികാരത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അയ്യോ ഇവൻ എന്താണ് എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഞാൻ കണ്ടില്ല ഹാപ്പി ആയിരിക്കുന്നത്. അതല്ല, തെറ്റാണ്. മനുഷ്യനെ സിമ്പതി, നമുക്ക് എപ്പോഴും സിമ്പതി ആൻഡ് എംപതി, ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിത സ്കിൽസ്, ലൈഫ് സ്കിൽസിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ 24 hours പോസിറ്റീവായിട്ട് ഇരിക്കുന്നതല്ല, അതിന് പകരം നമ്മളുടെ മൈൻഡ് സെറ്റിൽ നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അതെങ്ങനെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. തീർച്ചയായും ഇന്നിപ്പോൾ മനുഷ്യരൊക്കെ റീലിൻ്റെ കാലത്താണ്. ഓരോ റീല് മാറ്റുമ്പോഴും നമുക്കറിയാം മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട റീലുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാറുള്ളത് എന്നുള്ളതാണ്. ഓരോരുത്തരും ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അവരുടെ ഫോണിലേക്ക് ഇതുപോലെ ക്യാഷായിട്ട് വരിക എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും കൂടുതലായിട്ട് ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീലുകളാണ് വരുന്നത്. ഇവിടെയാണ് ഈ പറഞ്ഞ പോസിറ്റിവിറ്റി എന്നുള്ള കാര്യം കൂടി പ്രസക്തമാകുന്നത്. അതായത് ടോക്സിക് പോസിറ്റിവിറ്റി എന്നുള്ളൊരു ചർച്ച കൂടി വരുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്ന തരത്തിലാണ് ഈ പറയുന്ന റീലുകളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ശാസ്ത്രീയമായി പഠിച്ചവർ റീൽ ഇടുന്നുണ്ട്, അല്ലാതെ എവിടെന്നെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടി ഇടുന്നവരുണ്ട്. അത്തരത്തിൽ ഇതിൽ ഏതൊക്കെ എടുത്തുകൂടാ എന്നൊന്നും ഒരു പക്ഷേ ഈ സ്ക്രോൾ ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല. ഈ ടോക്സിക് പോസിറ്റിവിറ്റി, അതായത് ഫുൾ ടൈം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നൊരു സമ്മർദ്ദം അത് ആളുകളിലില്ല ഇപ്പോൾ. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ടോക്സിക് പോസിറ്റിവിറ്റിയുടെ പിന്നിൽ പോകുന്നത്. കാരണം ഇന്നത്തെ റിയൽ ലൈഫും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ റീലിൽ കാണുന്ന ജീവിതം തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിച്ചിട്ടാണ് പല ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന, ഇപ്പോൾ മോട്ടിവേഷൻസ് ആയാലും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു റിയൽ ലൈഫിലൂടെ കടത്തിവിടുമ്പോൾ നമ്മൾ അവരിൽ അഡിക്റ്റഡ് ആയി പോകണം. നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്, അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ ഹാപ്പിയാണോ? ഇതല്ല, നമ്മൾ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ട് എൻ്റെ ജീവിതം ഏറ്റവും മോശമാണ്, എനിക്ക് ഈ ഒരു മോശം സാഹചര്യം. നേരെ മറിച്ച് നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫ് ഈ ഒരു റിയൽ ലൈഫിൽ കാണുന്ന വ്യക്തികളുടെ ജീവിതമായിട്ട് എൻ്റെ ജീവിതത്തെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ച, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാത്തിൻ്റെ ഒരു ആകത്തുക നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടോക്സിക് പോസിറ്റിവിറ്റിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താലേ പോസിറ്റീവ് ഉള്ളൂ. അല്ല, നല്ല ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നു. മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ, രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും നെഗറ്റീവ് ചിന്തകളോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് വെള്ളം എടുക്കും, മൊബൈൽ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യും. ആ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണുന്ന വീഡിയോയിലാണ് നമ്മുടെ ചിന്ത. ആ കുടിക്കുന്നതെന്ത്, കഴിക്കുന്നതെന്ത്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്, വീട്ടിലുള്ള ആൾക്കാരെ പറയുന്നത് കേൾക്കുന്നത്, അവരുടെ ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്നത്, അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കുന്നത്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്നത്തെ ഒരു റിയൽ ലൈഫിൽ നമ്മൾ ഈ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി, എനിക്ക് പോസിറ്റീവ് ആയിരിക്കണമെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്താലേ പോസിറ്റീവ് ആയിട്ടുള്ളൂ, അല്ല, നമ്മൾ ഇരിക്കുന്ന ഇടത്തിൽ തന്നെ നമുക്ക് പോസിറ്റിവിറ്റി നമുക്ക് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. തീർച്ചയായും നമുക്ക് മനുഷ്യരാണ്, ഈ ജീവിതത്തിൽ തീർച്ചയായും വിജയങ്ങളുണ്ടാവും, അതോടൊപ്പം തന്നെയാണ് പരാജയങ്ങളും ഉണ്ടാവുക. ഈ പരാജയങ്ങളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അത് മനോഭാവത്തിൽ മാറ്റം വരുത്തുകയാണോ, അതോ സാഹചര്യത്തിൽ മാറ്റം വരുത്തുക, എങ്ങനെയായിരിക്കും നമ്മളത് ചെയ്യേണ്ടത്? ഓക്കെ, സാഹചര്യം നമുക്ക് മാറ്റാൻ പറ്റില്ല. എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ആ നിമിഷം നമ്മൾ സാധാരണക്കാരൻ ചിന്തിക്കുന്നതാണ്, ഞാൻ എവിടെ പോയാലും ഇത് തന്നെ, ഞാൻ ഏത് എക്സാമിന് പോയാലും എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും നെഗറ്റീവ് സംഭവിക്കുള്ളൂ എന്ന് ചിന്തിച്ച് അവിടെ ഇരുന്ന് കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ സാഹചര്യത്തെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ്, അല്ലേ? നേരെ മറിച്ച് നമ്മൾ ആ ഒരു സാഹചര്യം ഇതാണെന്ന് മനസ്സിലാക്കി ഉടനെ അടുത്ത വണ്ടി വിളിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന്
മുൻപിൽ ഹാജരാകണം, ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ നിൽക്കണം. ഈ രീതിയിൽ ചിന്തിച്ച് നമ്മൾ അതിനനുസരിച്ച് ആക്ഷൻ എടുത്താൽ നമുക്ക് മാറ്റം ഉണ്ടാവും. പകരം നമ്മൾ ആ സാഹചര്യത്തെ കുറ്റപ്പെടുത്തുക. ഇതെനിക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലായിട്ടുള്ളത് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസാണ്. നമ്മൾ ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: മാം, ഞാൻ എന്ത് കാര്യം തുടങ്ങിയാലും ഇതാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ ഹസ്ബൻഡ് പ്രശ്നം ഉണ്ടാക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ എനിക്ക് തന്നെ പണ്ടെപ്പോഴോ ഞാൻ ഒന്നോ രണ്ടോ തവണ ഫെയിൽ ആയിട്ടുണ്ട്, ഇന്നൊരു കാര്യം തുടങ്ങിയപ്പോൾ ഫെയിലായി, പക്ഷേ അതുകൊണ്ട് ഞാൻ ഇത് തുടങ്ങിയാലും വിജയിക്കില്ലേ എന്നുള്ള ഭയം. അപ്പം നമ്മൾ ഈ ഒരു ഫിയർ സൈഡ് നമ്മുടെ മനസ്സിൽ നിന്നും ആദ്യം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നെഗറ്റീവ്സ് ഉണ്ടാവും, നമുക്ക് പരാജയങ്ങളുണ്ടാവും, കാരണം നമ്മൾ ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാവും. ആ സാഹചര്യത്തെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്കതിൽ മാറ്റം ഉണ്ടാവുകയെന്ന് ചെയ്യും. നമുക്കറിയാം, നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലാണ്. ഇവിടെ ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന അതേ പ്രാധാന്യം തന്നെ മാനസിക ആരോഗ്യത്തിന് നൽകണമെന്ന് പറയുന്നുണ്ട്. ഇതിൽ ധ്യാനം, മൈൻഡ്ഫുൾനെസ്, ഇതിനൊക്കെയുള്ള ഒരു പ്രാധാന്യം അത് എത്രത്തോളമാണ്? അത് അപ്ലൈ ചെയ്യേണ്ട രീതി അതെങ്ങനെയാണ്? ഓക്കെ, ഒരുപാട് കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. അത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ ഹാപ്പി ആകാൻ ശ്രമിച്ചുകൊണ്ട് ആദ്യം തുടങ്ങുക. അതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ കൊടുക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് കൃതജ്ഞത. സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഒരു ദിവസം, ഹാപ്പി ആയിട്ടൊരു ദിവസം തുടങ്ങുക. അതുമായിട്ട് നമ്മൾ ആ രീതിയിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ടുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ നമുക്ക് ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന എന്താണ്, ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലേ? ചാർട്ട് പേപ്പറൊക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലൊക്കെ നമ്മൾ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു വർഷം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരാഴ്ച ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം, പല രീതിയിൽ നമ്മൾ കുറേ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെക്കും. പക്ഷേ അതിൽ എത്ര പേരാണ് ആ ഒരു വിഷൻ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർഷത്തിൽ ആ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നത്? വളരെ വിരളമാണ്. ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഒന്നുമല്ല. കാരണം ചിന്തകൾ പല രീതിയിൽ പോവുകയും എനിക്കൊന്നും നഷ്ടങ്ങൾ സംഭവിക്കുകയും ഒക്കെ വരുമ്പോഴൊക്കെ ഞാൻ നേരെ ഒരുപാട് മെൻ്റലി ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും എനിക്ക് കയറി വരാൻ സാധിച്ചത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. അപ്പം നമ്മളിപ്പോൾ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു, എനിക്ക് ഇന്നൊരു കാര്യം നേടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിലോട്ട് എത്താനായിട്ടുള്ള ഓരോ ദിവസവും അതിനായിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷനബിൾ സ്റ്റെപ്സ് എടുത്താലേ നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ആദ്യം നന്ദി ഉണ്ടായിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, വ്യക്തികളുമായിട്ട് ഇടപഴകാൻ പറ്റുന്നുണ്ട്, വീടുണ്ട്, പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്ദി പറഞ്ഞിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ്. ഒപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അത് ഒരു ദിവസം ഇരുന്ന് സ്വപ്നം കണ്ടോ, അത് പകൽ കിനാവ് കാണുന്നതല്ല. നമ്മൾ കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സാഹചര്യം നേടുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക. നേരത്തെ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷനിൽ ഈ രണ്ട് കാര്യം മാത്രം വെച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ട എന്താണ്, ആ ആഗ്രഹം നേടിയെടുക്കണമെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കണം, അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യണം. ഇത് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ്ഫുൾനെസ്സിൽ എത്താൻ പറ്റും. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു സമയപരിധിക്കുള്ളിൽ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തതാണ്. അതാണ് ഏതായാലും സമയപരിധിയുണ്ട്. ഇത് വലിയൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് ഒരുപാട് നീണ്ടു കിടക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ചെറിയൊരു കാര്യം കൊണ്ട്, പലർക്കും കഴിവുണ്ടാകും, അതോടൊപ്പം തന്നെ ആഗ്രഹം ഉണ്ടാവും, ഒരു കാര്യം ചെയ്യാൻ തികഞ്ഞ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ ആത്മവിശ്വാസം ഉണ്ടാവില്ല. ആ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച്, ഒരാളിൽ സ്വയം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ അതെങ്ങനെയാണ് കഴിയും? നമുക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കിട്ടുന്ന കാര്യമല്ല. എല്ലാവരും ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ബിസിനസ്സിൽ, നമ്മൾ ഇറങ്ങാൻ പോകുന്ന ബിസിനസ്സിൽ ഏറ്റവും ടോപ്പിൽ വിജയിച്ച് നിൽക്കുന്ന വ്യക്തിയായിട്ടായിരിക്കും നമ്മളെപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു വ്യക്തി ആ ഒരു പൊസിഷനിൽ എത്താനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിലൊരുപാട് പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച സ്ട്രഗിൾസിൽ നിന്നാണ് അവരവിടെ എത്തിയത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും
ഏറ്റവും ബേസിൽ നിന്നിട്ട് ഒരാളുടെ ലൈഫിൻ്റെ ഏറ്റവും വിജയത്തിൻ്റെ ഒരു ഹൈലൈറ്റ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അവിടെയാണ് നമ്മുടെ കോൺഫിഡൻസ് പോകുന്നത്. എനിക്ക് അവരെ പോലെ ക്യാമറയെ നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ രീതിയിൽ സംസാരിച്ചാൽ എൻ്റെ സ്റ്റുഡൻസ് പറയുന്നതാണ്, എൻ്റെ മുടി ഇങ്ങനെയാണ്, ഞാൻ ചിരിച്ചാൽ എൻ്റെ പല്ല് കാണുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്, അല്ലെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ക്യാമറ നോക്കുമ്പോൾ ഭയങ്കര ഷൈ ആണ്. ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ഓൺലൈനിൽ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ എല്ലാം നേടിയ ആൾക്കാരുടെ ഒരു ലൈഫ്, അവരുടെയൊക്കെ ഞാൻ പറയാറുള്ള കാര്യമാണ്, ഒരു വ്യക്തി വിജയിച്ചു കഴിഞ്ഞ ഒരാളെ നിങ്ങളിപ്പോൾ റോൾ മോഡലായിട്ട് കാണുകയാണെങ്കിൽ അയാളുടെ ഇൻസ്റ്റാഗ്രാമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കുക. ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഏറ്റവും അവസാനത്തെ അവർ ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ റീൽ എടുത്ത് നോക്കുക. അവരെവിടെ നിന്നാണ് എവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഏറ്റവും ബേസിൽ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ ആ കാര്യത്തിൽ ഏറ്റവും ആദ്യത്തെ ഘട്ടം നിങ്ങൾ കടന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസിനെ ആദ്യം ഞാനത് ചെയ്തു, എനിക്കത് ചെയ്യാൻ സാധിച്ചു, അവിടെ നിന്ന് നിങ്ങൾ ആദ്യം നിങ്ങൾ അംഗീകരിക്കുക. നീ നന്നായിട്ട് ചെയ്തു, നിന്നെ കൊണ്ടത് പറ്റും. ആദ്യത്തെ സ്റ്റെപ്പ് സ്വയം അംഗീകരിക്കുക. അവിടെ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യും. അവിടെ നിന്നും ഓരോ സ്റ്റെപ്സ് കയറി വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. അല്ലാതെ എല്ലാ ദിവസവും ഞാൻ ഏറ്റവും ബെസ്റ്റായി, ഇന്നൊരു സ്ഥലത്ത് എത്തിയാലേ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആകുള്ളൂ എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഏതായാലും വലിയ വിഷയമാണ്, ഒട്ടേറെ സംസാരിക്കാനുണ്ട്. പക്ഷേ നമുക്ക് സമയപരിമിതിയുണ്ട്, ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ് നമ്മുടെ ഈ അഭിമുഖം. വളരെയധികം നന്ദി നീതു കൃഷ്ണ, ഈ ന്യൂസ് മോർണിംഗിൽ അതിഥിയായെത്തിയതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് താങ്കളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ. Thank you so much.